ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ വെക്കേഷൻ ഒന്ന് അടിച്ച് പൊളിക്കാനായിട്ടുള്ള നല്ലൊരു പ്ലേസാണ്. ഒരു റിസോർട്ടും കൂടിയതാണ് ഈ മാങ്കോമെഡസ്. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ കയറി വരുമ്പോൾ അവിടെ നല്ലൊരു ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ ഗാർഡനാണ്. പിന്നെ ഒരു എൻട്രൻസ് ഉണ്ട്. എൻട്രൻസിന് അവിടെ തന്നെ മാങ്കോമെഡസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറി വരുമ്പോൾ അവിടെ ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഓരോരോ സ്ഥലങ്ങളിലൂടെ നമുക്ക് പോകാം. ഇവിടെ ചുറ്റും ഇടത്തും വലത്തും ഓരോ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. ഈ മരങ്ങളുടെയൊക്കെ പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഒരു കാട്ടിലൊക്കെ കയറി നമ്മൾ നടന്നു പോകുന്നൊരു പ്രതീതിയാണ് അവിടെ ഉള്ളത്. അവിടെ എല്ലാത്തിൻ്റെയും മരങ്ങളുടെയൊക്കെ പഴയ നമുക്ക് അറിയാൻ വയ്യാത്ത മരങ്ങളെ പോലും അവിടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെടികൾ, കാട്ടുചെടികൾ ഒക്കെ ഉണ്ട്. അവിടെ അവർക്ക് ഒക്കുന്ന വിധത്തിലൊക്കെ അവർ ഓരോന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കോട്ടേജുകളുണ്ട്. നമുക്ക് താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ വേണ്ടവർക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. പിന്നീട് ഇതെന്ന് പറയുന്ന ഒരു നെല്ലൊക്കെ നമ്മളൊരു പഴയൊരു തനിമ കാണുന്ന പോലായിരുന്നേ അവിടെ. പിന്നെ ആൾക്കാർക്കൊന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ ആൽത്തറ, അങ്ങനെ സ്ഥലങ്ങളുണ്ട്. എല്ലാവർക്കും റെസ്റ്റ് എടുത്തും ഇരുന്നും വർത്തമാനമൊക്കെ പറഞ്ഞും പിന്നെ കാണുകയും പിന്നെ അങ്ങനെ ചെയ്യാവുന്ന ഓരോ സ്ഥലങ്ങളാണ്. അതിനുശേഷം അവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നടന്ന് ഓരോ സ്ഥലങ്ങളും നമുക്കിങ്ങനെ കണ്ട് പെയ്യെ പോകാനായിട്ടുള്ള ഇതുണ്ട്. പിന്നെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ആരാം ചെയ്ത് പോവുകയും എന്നാൽ കാണുകയും ചെയ്യുമേ. ഒരു വാലൻറ്റൈൻസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. പിന്നീട് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കർഷകരുടെ ഒരു ഫാമിലി. അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഒരു കൊലയുണ്ട്, വാഴക്കൊലയുണ്ട്. അവിടെ ഇങ്ങനെ അപ്പൻ അമ്മ അങ്ങനെ ഓരോരുത്തരെ ഉണ്ടാക്കി വെച്ചേക്കുക. നല്ല രസം അത് കാണാത്തൊരു ഒറിജിനാലിറ്റി തോന്നുമായിരുന്നു അത് കാണാനായിട്ട്. നല്ല രസമായിരുന്നു അത് കാണാൻ. അത് ഇനി ഇരിക്കണമെങ്കിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അതിന് മുമ്പിലായിട്ട് വെള്ളമുണ്ട്. ഇവിടെ ഇങ്ങനെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഈ സ്റ്റാച്ചു അകത്ത് നിറച്ചും മീനുകളാണ്. നമുക്കിങ്ങനെ ഒരു സ്റ്റോണും ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോണിൽ കൂടെ നമുക്ക് നടന്ന് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകാം. അത് കഴിഞ്ഞിട്ട് മീനിനെയൊക്കെ കാണാം. നല്ല രസം. ഒത്തിരി മീനുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എല്ലാവരും നല്ല ഇതായിട്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല കളർഫുള്ളായ മീനുകളാണ്. എല്ലാം കൂടെ അങ്ങോട്ട് വരും. നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അങ്ങോട്ട് വരും. നമ്മുടെ അടുത്തോട്ട് തന്നെ മീനുകൾ വരും. അപ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ. ഞാനും നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ എവിടെയായിട്ടൊക്കെ നിന്ന്. എല്ലാവരും അവിടെ പോയി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ നമുക്ക് അകത്തോട്ട് നടന്ന് പോകാം. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല. കുറച്ച് പനിയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോയൊന്നുമില്ല കേട്ടോ. ഇതാ മീനുകളെ. നല്ല രസം, കളർഫുള്ളായ മീനുകളായിരുന്നു എല്ലാം. നല്ല രസമാണ്. അവിടെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഒത്തിരി ടൈപ്പുകളുണ്ട് മീനുകൾ. പല സ്ഥലങ്ങളിലായിട്ട് അവർക്ക് കുളങ്ങളുണ്ട്. ആ കുളത്തിൻ്റെ അകത്ത് അതിൽ തന്നെ അവർ മീനൊക്കെ പിടിച്ച് അവിടെ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ അവർ ഫുഡ് ഉണ്ടാക്കുന്ന ആ മീനുകളെയൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവരും ഇരുന്ന് എന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നതായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. എല്ലാം കൂടുതൽ ഫ്രണ്ട്സുകളെല്ലാം കൂടെ വന്നതാണ്. അതിനുശേഷം ഞങ്ങൾ ഒരു ബോട്ട് ഇവിടെ ഉണ്ടായിരുന്നു, വഞ്ചി ബോട്ട്. അതിൻ്റെ അകത്ത് കയറി കുറച്ച് കറങ്ങാൻ പോയി. കറങ്ങിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരും കേട്ടോ. കുറച്ച് നേരമേ ഉള്ളൂ, ഒരു 5 മിനിറ്റ് എല്ലാവരും കയറിയിരുന്ന് ഒന്ന് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒന്ന് പോയി.
അതിൻ്റെ ഇത് കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇരുന്ന് നമുക്ക് പോയി കടന്ന് വരാമെന്നുള്ളതേ ഉള്ളൂ. ആ പോകുന്ന പോക്കിന് അവിടെ എല്ലാം മാങ്ങ ഒരുപാട് നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് ആമ്പൽച്ചെടി നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് എടുക്കാനൊക്കത്തില്ലായിരുന്നു കേട്ടോ. ഇത് എൻ്റെ ഒരു ഏറുമാടെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു ഏറുമാടം ഉണ്ടാക്കിയേക്കുന്നതാണ്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു, വലിയ ഊഞ്ഞാൽ. ഇവിടെ കുഞ്ഞിലെയൊക്കെ നമ്മൾ ഓണത്തിന് ഒക്കെ നമ്മൾ ഊഞ്ഞാലാടത്തില്ല, അതുപോലെ. അത് കണ്ടപ്പോൾ എല്ലാവരും പ്രായഭേദമന്യേ എല്ലാവരും കയറി ആടി കേട്ടോ. അതിൻ്റെ അകത്ത് ആ കൂട്ടത്തിലൊരു ആൻറ്റി ഉണ്ടായിരുന്നു, പ്രായമായ ഒരു ആൻറ്റിയാണ്. ആ ആൻറ്റി വരെ കയറി ആ ഊഞ്ഞാലാടി. നല്ല രസമായിരുന്നു, എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. എനിക്ക് ഈ സ്പീഡിൽ എന്നെ മറ്റേന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെന്ന് പറയുന്നത് നമ്മൾ ആടും, 2 പേരോ 3 പേരോ അങ്ങനെ കയറി നിന്നൊക്കെ നമ്മൾ ഊഞ്ഞാലാടും. പക്ഷേ ഇപ്പം മനസ്സിനൊരു ധൈര്യമില്ല, ഒരു പേടി, ഉൾപ്പേടി എനിക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ചേ ആടുകയുള്ളൂ. എന്നാലും നല്ലതായിരുന്നു. എല്ലാവരും വന്നവരെല്ലാവരും കയറി അതിൻ്റെ അകത്ത്. മീൻസ് ലേഡീസ് കംപ്ലീറ്റ് കയറി അതിൻ്റെ അകത്ത്. ഇതൊക്കെ നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഒരു വീട്ടിലെ എല്ലാം കഷ്ടപ്പാടുകളും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് കിട്ടുന്നൊരു സമയം എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ പറയുന്ന പോലെ വലിയ ഈ മെഡോസിലുണ്ടോയെന്ന് എനിക്കും അറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. നമുക്കതിന് ടൈം കിട്ടത്തില്ല. ഇവിടെ ഉണ്ടൊരു പാട്ട് പാടുന്ന മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പുള്ളിക്കാരൻ പാട്ട് പാടും. നമ്മൾ ചെല്ലുമ്പോൾ പാട്ട് പാടത്തില്ല, ജസ്റ്റ് മ്യൂസിക്, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ എല്ലാം കൃഷികളാണ് അവർ ചെയ്തേക്കുന്നത്. ഒരു സൈഡ് മൊത്തം കൃഷികൾ ചെയ്ത് അവിടെ ഇത് പയറൊക്കെ തീരാറായിരുന്നു. അവർ പുതിയത് വീണ്ടും നട്ടുപിടിപ്പിക്കും അവർ. അങ്ങനെ എല്ലാം ഒരു ഗ്രാമീണ സൗന്ദര്യം എന്ന് പറയാം. ഇവിടെ കയർ നിർമ്മാണമാണ്. കയറുകൾ അങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ ഏരിയ. കണ്ടോ, അതിനായിട്ട് 2-3 സ്ത്രീകൾ അവിടെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് ചട്ടി നിർമ്മാണമാണ്. നമുക്ക് തന്നെ ഉണ്ടാക്കാം. ആ പുള്ളിക്കാരൻ്റെ കൂടെ ഇരുന്ന് ചട്ടി ഉണ്ടാക്കിയിട്ട് ആ ചട്ടി നമുക്ക് കൊണ്ടുപോകാം. അതിന് നമ്മൾ 100 രൂപ കൊടുക്കണം. അത് അവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. നമുക്ക് തന്നെ ചെയ്യാം, നല്ല രസമാണ് അത്. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്, ആപ്പിൾ സംതിങ് ഒരു ഫ്രൂട്ടാണ്. അത് തിന്നാൻ ഒരു പുളിപ്പാണ് ഇതിൻ്റെ അകത്തെ. അത് നമുക്ക് അച്ചാറിടാൻ നല്ലതാണെന്ന് അവർ പറഞ്ഞു. നല്ല ടേസ്റ്റാണ് അച്ചാറിടാനെന്ന് പറഞ്ഞു. അത് ഞങ്ങളൊരെണ്ണം ഇങ്ങനെ കയ്യിലെടുത്തു, ഞങ്ങൾക്ക് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ബൈബിളിൻ്റെ ഒരു വേർഷൻ ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും വലിയ റെക്കോർഡ് നേടിയതാണത്. പിന്നെ ഇവിടെ എല്ലാം ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നല്ല മീനുകളും. ഈ സൈഡിൽ മൊത്തം കല്ലാണ്. കല്ലിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നല്ല രസമാണ്. ഇവിടെ നല്ല നല്ല വെറൈറ്റി മീനുകളുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കാണാൻ നല്ല രസമായിരുന്നു. ഒരു വലിയൊരു അക്വേറിയമായിരുന്നു അത്. കിട്ടിയ സമയം വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ചാടി അവനും ഇങ്ങനെ എൻജോയ് ചെയ്യാൻ. വെള്ളം കണ്ടാൽ പിന്നെ പ്രാന്ത. നല്ല രസമാണ്. വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കും ആ സൈഡ് മൊത്തം. ഇത് വേറൊരു കൊച്ചു അക്വേറിയമാണ്. അതിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്നതാണ് അക്വേറിയം അത്. പിന്നെ പോകുന്ന പോക്കിലെല്ലാം ചക്ക, ഇഷ്ടം പോലെ പ്ലാവുകളുണ്ട്. പിന്നീട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു മ്യൂസിക് എപ്പോഴും അവർ കൊടുക്കും. മ്യൂസിക് കൊടുത്ത് അവിടെ നമുക്കിങ്ങനെ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടൊക്കെ വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനത്തെ പണ്ടത്തെ കലപ്പ അങ്ങനെയല്ലേ, ചക്കൊക്കെ ആട്ടുന്നത്, അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് വെച്ചേക്കുക. ഈ സൈഡിൽ നെല്ലൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ ഓർമ്മകളായിട്ട് അതിനനുസരിച്ചുള്ള പാട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം പോലെ വെച്ചേക്കുക, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. അവിടെ തന്നെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ട്. 100 രൂപ ഊണിന്. ബിരിയാണിക്ക് 160 രൂപ. എക്സ്ട്രാ മീൻ വേണമെങ്കിൽ നമുക്ക് മീനോ ഇറച്ചിയോ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് അക്കൂസാണെങ്കിൽ കയറിയിട്ട് അവന് ഈ കാറിൻ്റെ അകത്ത് കയറി അവനെ ഓടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ 100 രൂപ അതിനും. ഒന്ന് കയറി 3 റൗണ്ട് അവർ ഓടിക്കും. റിമോട്ട് കൺട്രോൾ ചെയ്ത് വേണം അത് കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ ഓടിക്കണം. ഇവനിപ്പോൾ ഓടിക്കാനുള്ള പ്രായമായില്ലല്ലോ, അതുകൊണ്ട് റിമോട്ട് കൺട്രോളിലാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ഓടിച്ച് പോകണം. അങ്ങനെ അവനെ ഒരു 2-3 ട്രിപ്പ് അടുപ്പിച്ചു. അതിലൊക്കെ അവൻ എൻജോയ് ചെയ്യുമായിരുന്നു കിടന്നുകൊണ്ട്. ഇതൊരു അമ്മയാണെങ്കിൽ ചക്കയുമായിട്ട് നിൽക്കുന്നതാണ്.
നല്ല രസമായിരുന്നു ഇത്. ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എല്ലാവരും എടുത്തു. പിന്നെ ഇത് കൊട്ടവഞ്ചിക്കകത്ത് എല്ലാവരും കയറി ഒരു 6 പേർക്ക് കയറാം ഒരു കൊട്ടവഞ്ചിക്കകത്ത്. എന്നിട്ട് നമ്മൾ തന്നെ അത് തുഴഞ്ഞ് വേണം പോകാനായിട്ട്. അവിടെ ആരും ഗൈഡ് ചെയ്യാനായിട്ടില്ലേ. അപ്പോൾ നമ്മൾ തന്നെ അത് തുഴഞ്ഞ് പോയിട്ട് തിരിച്ച് വരണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കയറിപ്പോയായിരുന്നു കേട്ടോ. അതും നല്ലൊരു സന്തോഷം നൽകുന്നതായിരുന്നു. നമ്മളെ ഇട്ടിങ്ങനെ കറക്കും അത് ചിലപ്പോൾ നമുക്ക് ചൊവ്വിനറിയത്തില്ലല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വേറൊരു ബോട്ടാണ് ഇത് നമ്മൾ സെൽഫ് ഇങ്ങനെ ചവിട്ടി വേണം പോകാനായിട്ട്. ഇതിൽ 4 പേർക്കേ പോകത്തുള്ളൂ. പിന്നെ ഇവിടെ പൈസ ഇല്ലയെന്നൊന്നും ആരും വിഷമിക്കേണ്ട, ATM ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു കുളമുണ്ട്, അതിൻ്റെ അകത്ത് ചെടികളൊക്കെ ഉണ്ട്, ആമ്പൽക്കുളം. അത് കഴിഞ്ഞിട്ട് അക്കു ഒരു ഓട്ടം ഓടിയിട്ട് അവിടെ പോയി നിന്നത്. ഞങ്ങൾ പുറകെ കിടന്ന് ഓടുക അവൻ പോയി അതിലെല്ലാം കയറി മറിഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാം തിരിച്ച് വീട്ടിലോട്ടും പോയിരുന്നു കേട്ടോ. പിന്നെ വന്ന വഴിക്ക് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ,